ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജർമ്മനിയിൽ ഓരോ ദിവസവും സ്റ്റഡി വിസയ്ക്കും വർക്ക് വിസയ്ക്കും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ടു ടേക്ക് എ വൈഫൈ കണക്ഷൻ ഇൻ ജർമ്മനി. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പെട്ടെന്ന് നമുക്ക് റാൻഡംലി ചൂസ് ചെയ്യാൻ പറ്റില്ല ഏത് കമ്പനിയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. കാരണം ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം DSL, കേബിള്, ഫൈബർ, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ കമ്പനീസും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഏത് കമ്പനീസാണ് വൈഫൈ പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം അറിയണം. അതിന് നമുക്ക് ഒന്നുകിൽ നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിനോട് അന്വേഷിക്കാം. നമുക്ക് അവർക്ക് ഏത് വൈഫൈ ആണ്, അത് ഓക്കെ ആണോ, അത് ഒരു ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് check24.de എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്. ഞാൻ മുകളിൽ അത് മെൻഷൻ ചെയ്യാം. ആ സൈറ്റിൽ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഹോട്ടൽസ് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ട്രാവൽ പ്ലാനുകൾ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഇന്റർനെറ്റ് താരിഫ് ഫെർക്കുലേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്റർനെറ്റ് താരിഫ് ഫെർക്കുലേഷൻ എന്ന് വെച്ചാൽ കമ്പയർ, ആ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റൽ കോഡും നമ്മുടെ സ്ട്രീറ്റ് നമ്പറും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിൽ ഏതൊക്കെ വൈഫൈ കണക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. ജർമ്മനിയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വൈഫൈ പ്രൊവൈഡറാണ് ടെലകോം. പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ കണക്ഷൻസ് വോഡഫോൺ, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കണക്ഷനാണ് വോഡഫോൺ. അതുപോലെ തന്നെ O2 ഉണ്ട് നമുക്ക്. പിന്നെ 1&1 എന്ന് പറഞ്ഞിട്ടൊരു വൈഫൈ കണക്ഷൻ ഉണ്ട്. ഓരോ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സും പല എമൗണ്ടിലാണ് നമുക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പുതിയ വൈഫൈ കണക്ഷൻ എടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് പോയത് ടെലകോമിൽ തന്നെയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ടെലകോമിൻ്റെ ഷോപ്പ്. ടെലകോമിന് നല്ല ഇൻ്റർനെറ്റ് കണക്ഷനാണ്. എവിടെ ആയാലും, എത്ര ചെറിയ ഗ്രാമങ്ങളിലായാലും ടെലകോം കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ടെലകോമിൻ്റെ കസ്റ്റമർ സപ്പോർട്ട്, നമുക്ക് ഇംഗ്ലീഷിലും നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല ഓപ്ഷൻ ടെലകോം തന്നെയാണ്. കാരണം നമുക്ക് കണക്ഷൻ ഒരിക്കലും പോകില്ല. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത്, നമ്മളിത് 24 മാസത്തേക്ക് കോൺട്രാക്റ്റ് ഒപ്പിടാണ്. അതിൻ്റെ ഇടയിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ടെലകോമിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്ലാൻ ഇതായിരുന്നു. ആദ്യത്തെ 3 മാസം €20, അതിനുശേഷം €50 വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ അവരെല്ലാം വന്ന് സെറ്റ് ചെയ്ത് തരുന്നതിന് €70 വരും. കൂടാതെ നമുക്ക് ഇതിൻ്റെ റൂട്ടർ ബോക്സ് വേണം. അതിന് ബോക്സിന് മാസം €3 അവർ റെൻറ്റ് പറഞ്ഞത്. റെൻറ്റിന് എടുക്കാനാണെങ്കിൽ, ഇനി സ്വന്തമായിട്ട് ഒരെണ്ണം മേടിക്കാനാണെങ്കിൽ €100 മുകളിലാണ് പോകുക. അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ വോഡഫോൺ ഒറ്റായിരുന്നു. അപ്പോൾ ഒരു ഷോപ്പിൽ രണ്ടും കിട്ടുന്ന ഒരു സർവീസ് ഉള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ജർമ്മനിയിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന 2 വൈഫൈ കണക്ഷനാണ് O2 വോഡഫോണും. O2ൻ്റെ പ്ലാൻസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആദ്യത്തെ 12 മാസത്തേക്ക് €30 ആണ് 300 മെഗാബിറ്റ്സിന് നമുക്ക് വരുന്നത്. അതിനുശേഷം അത് €45 ആവും. സെയിം കടയിൽ ഞങ്ങൾ വോഡഫോണിൻ്റെ താരിഫ് പ്ലാൻസും ചോദിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് €20 ആണ് ആദ്യത്തെ 10 മാസം വോഡഫോണിൻ്റെ 250 മെഗാബിറ്റ്സിന് വരുന്നത്. അതിനുശേഷം നമ്മൾ €45 വെച്ച് കൊടുക്കണം. 24 മാസത്തേക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വോഡഫോണിൻ്റെ വൈഫൈ കണക്ഷൻ എടുക്കാൻ ഡിസൈഡ് ചെയ്തു. കാരണം ടെലികോമും വോഡഫോണും താരിഫ് പ്ലാൻ നോക്കുമ്പോൾ നമുക്ക് വോഡഫോണാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ആദ്യത്തെ 12 മാസം നമുക്ക് €20 പേ ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം €45 ആണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ കോൺട്രാക്റ്റ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോസ്റ്റ് വഴി ഞങ്ങൾക്ക് ഇത് വൈഫൈയുടെ ഫ്രിഡ്ജ് ബോക്സും ബാക്കി പേപ്പറുകളും വന്നായിരുന്നു. അത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. വൈഫൈയുടെ കണക്ഷൻ ഓൺ ആവാനായിട്ട് കസ്റ്റമർ കെയറിൽ വിളിച്ച് ജർമ്മൻ ലാംഗ്വേജിൽ സംസാരിക്കേണ്ടി വന്നു. അതുമാത്രമാണ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.